കുറേ നാളുകൾക്ക് ശേഷമാണ് വെളുപ്പിനെ ഒരു 4 മണിയൊക്കെ ഞാൻ കാണുന്നത് കേട്ടോ. ഗോവിന്ദേട്ടൻ കോയമ്പത്തൂർ ഷൂട്ടിന് പോവാണ്. അവർക്ക് രാവിലെ തന്നെ ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് കോയമ്പത്തൂർ ചെല്ലണം. എൻ്റെ അമ്മയുടെയും ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോട്ടൽസ് ഒന്നും നമുക്ക് അങ്ങനെ ഇപ്പോൾ കുറേ പകുതിയും ഓപ്പൺ അല്ല, ഗ്യാസിൻ്റെ പല പ്രശ്നങ്ങളും കാരണം. അപ്പോൾ നമ്മൾ കരുതി രാവിലെ ഇവർക്ക് നേരത്തെ ചെല്ലണമെന്നുകൊണ്ട് ഇങ്ങനെ ഹോട്ടൽ തപ്പി റെസ്റ്റോറൻറ്റ് തപ്പി ഇവർ പോകണ്ടാന്ന് നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുത്തയക്കാമെന്ന് കരുതി. അപ്പം ഇന്നലെ അമ്മ നല്ല ബീഫ് കറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് രാവിലെ ചപ്പാത്തിയൊക്കെ ചുട്ട് സെറ്റാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അവർക്ക് പോകുന്ന വഴി എവിടെയാണെങ്കിലും ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആൾക്ക് രാവിലെ ഏറ്റി പോകുന്നതിനോട് വലിയ താല്പര്യമില്ല, എങ്കിലും പോകാമെന്ന് കരുതി. പോയല്ലേ പറ്റൂ. അപ്പോൾ രാവിലെ എന്നോട് പോകുന്നതിന് മുമ്പ് പറയാം, നിനക്ക് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജ് കിടപ്പുണ്ടെന്ന് കഴുകിയിട്ടേക്കണമെന്ന്. ഞാൻ പറഞ്ഞത് ശീലമാക്കേണ്ട അത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സാധനവും അമ്മ ഇതാ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് സുനുവിന് മനസ്സിലായി ഗോവിന്ദേട്ടൻ രാവിലെ പോകുന്നുണ്ട്, വെളുപ്പിന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു സുനുവായിട്ട്. രാവിലെയൊക്കെ ഇങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങനെ എടുക്കുകയൊക്കെ ആണെങ്കിൽ ആൾ ഭയങ്കര സന്തോഷമായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. ആൾക്കപ്പോൾ അതിൻ്റെ ഒരു വിഷമം കാണും. പിന്നെ ഞങ്ങളുടെ സങ്കട പ്രകടനമുണ്ട്. രാവിലെ പോയിട്ട് രാത്രി തിരിച്ച് വരും, എങ്കിലും എനിക്കും സുനുവിനും ചെറിയ വിഷമമുണ്ട്. പിന്നെ അവർ പോകുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ തിരക്കിലൊക്കെ അവർ പോകുന്ന ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാനും സുനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി.